നമസ്കാരം സാറേ. നമസ്കാരം. ആർട്ട് ഡയറക്ടർ. സാറെന്തേ കാണിക്കണേ? ആട്ടാ പറഞ്ഞു ഡയറക്ടറോട്. ഡയറക്ടറോട് ആട്ടാൻ പറഞ്ഞല്ല, ഞാൻ ഈ സിനിമയുടെ ആർട്ട് ഡയറക്ടർ ആണെന്ന് പറഞ്ഞതാ സാറേ. ഞാൻ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വല്ലപ്പുഴ ചന്ദ്രൻ. വല്ലപ്പോഴും ചന്ദ്രനോ? അതെ, വല്ലപ്പുഴ ചന്ദ്രൻ. അത് ഞാൻ അസോസിയേറ്റ് ആണ്. ആഹാ, എപ്പോഴും ശശി. അത് കണ്ടറിയാം എപ്പോഴും ശശിയാണെന്ന്. അല്ല സാറേ, ഈ റൂം എന്റെ റൂമായിരുന്നു സാറേ. ആയിക്കോട്ടെ, എന്താ ഞങ്ങൾ മാറി തന്നോ? അല്ല, അയ്യോ അങ്ങനെയല്ല. സാറ് വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ റൂമിലേക്ക് മാറി. സാറിന്റെ ലക്കി റൂമാണല്ലോ ഇത്. അതെ അതെ, ഇവിടെ വെച്ചാണ് ഞാൻ പല പാട്ടുകൾ കമ്പോസ് ചെയ്തത്. എനിക്കറിയാം സാറേ. അവ നമ്മുടെ ഈ സിനിമക്ക് ഒരു ഓഫീസിന്റെ സെറ്റ് ഇടണമായിരുന്നു സാറേ. സെറ്റിട്ടോളൂ. അല്ല ഇടാ, അതിനുള്ള പ്രോപ്പർട്ടി ലിസ്റ്റ് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരുന്നു. അത് എടുക്കാൻ മറന്നോ? അതെടുക്കാൻ വന്നതാണ്. ഇവിടെ ഇല്ലേ? ഇല്ല, ഇവിടെ പ്രോപ്പർട്ടി ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ല. എന്തായിരുന്നു ആ പ്രോപ്പർട്ടി ലിസ്റ്റ് ഒന്ന് പറയാമോ? ആ പ്രോപ്പർട്ടി ലിസ്റ്റിൽ കമ്പ്യൂട്ടർ, മൗസ്, മേശ, കസേര, ബ്ലേഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആർട്ട് ഓഫീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് പ്രോപ്പർട്ടി ലിസ്റ്റ് ആയിരുന്നു. ആ പ്രോപ്പർട്ടി ലിസ്റ്റ് അത് പാട്ടാണെന്ന് കരുതി ഞാൻ കമ്പോസ് ചെയ്തു. അത് റിഹേഴ്സലൊക്കെയാണ്. എന്നാ ഇനി ഒന്നുകൊണ്ട് പഠിക്കണ്ട. പ്രോപ്പർട്ടി ആയാലും ക്രീപ്പർട്ടി ആയാലും സാർ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പാട്ടായി കളയും. വരികള് കിട്ടിയാ മതി, അപ്പോഴേ പാട്ടാ. കഴിഞ്ഞ ആഴ്ച എന്റെ കൊച്ചിന് വയറിളക്കത്തിന്റെ മരുന്നിന്റെ ഡോക്ടർ എഴുതി കൊടുത്തതിന്റെ തുണ്ടുണ്ടല്ലേ, അത് കിട്ടിയിട്ട് അതുവരെ പാട്ടാക്കി. അതിപ്പോ 10 മില്യണൊക്കെ അടിച്ച് കിടക്കുക. യൂട്യൂബില് ഞാൻ കണ്ടിരുന്ന. കൈവച്ചാൽ എന്ത് ഹിറ്റായിരിക്കും. ആണല്ലേ? പിന്നെ അതുപോലെ ഞാൻ എഴുതി വെച്ച ആർട്ടിന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് വെച്ച് സാറുണ്ടാക്കിയ പാട്ട് എനിക്കൊന്ന് കേൾക്കണം. കേൾക്കണം സാറേ. സിംഗർ ചിന്നതുര. ആര്? ചിന്നതുര. ആ ചിന്നതുര.